ഇവിടെ ഒരുത്തന്റെ മുഖത്ത് മറ്റൊരാൾ വന്ന് ഇടിക്കുകയാണ്. നോക്കുമ്പോ അയാളുടെ കൈ അവന്റെ മുഖത്ത് സ്റ്റക്ക് ആയി പോകുന്നു. എന്താന്ന് വെച്ചാൽ അവന്റെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് റബ്ബർ പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ വേറെ കുറച്ച് വില്ലന്മാർ വന്ന് അവനെ എടുത്ത് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എറിയുന്ന ഭീഷണിപ്പെടുത്തുകയാണ്. എന്നാൽ അപ്പൊ തന്നെ അവന്റെ കാല് റബ്ബർ പോലെ നീണ്ട് അത്രയും ഉയരത്തിൽ നിന്ന് താഴെ വരെ എത്തുകയാണ്. അങ്ങനെ ഇതറിഞ്ഞ കുറച്ച് സയന്റിസ്റ്റുകൾ ചേർന്ന് അവനെ ലാബിൽ എത്തിച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആ ലാബിലേക്ക് വന്ന ഒരു ലേഡി അവന്റെ കാല് റബ്ബർ പോലെ നീണ്ടു കിടക്കുന്നത് കണ്ട് പേടിക്കുകയാണ്. എന്നിട്ട് ഒരു സയന്റിസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടി അവന്റെ കൈ പിടിച്ച് വലിക്കുന്നു. നോക്കുമ്പോ അവന്റെ കൈയും റബ്ബർ പോലെ നീണ്ട് അവളുടെ കൂടെ വരികയാണ്. അങ്ങനെ ഇത് കണ്ട് പേടിച്ചവള് കൈ തറയിലേക്ക് ഇട്ടത് ആ കയ്യിൽ ചവിട്ടി അവൾ വീഴാൻ പോയി അടുത്തിരുന്ന പൗഡർ ബോട്ടിൽ പ്രസ് ചെയ്യുന്നു. നോക്കുമ്പോ ആ പൗഡർ അവന്റെ ഫേസിലേക്ക് തെറിക്കുകയാണ്. ഉടനെ അവന് തുമ്മൽ വരുന്നു. അങ്ങനെ അവൻ തുമ്മിക്കഴിഞ്ഞ് ഫേസ് നോക്കിയതും ഫേസ് മുഴുവൻ ഇളകി അവന്റെ കയ്യിൽ വരികയാണ്. അത് കാണാൻ തന്നെ വളരെ വിയേർഡായിരുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് അവന്റെ മുഖം പഴയതുപോലെ ആവുകയാണ്. പക്ഷെ കൈയിനും കാലിനും ഒരു മാറ്റവും ഇല്ലായിരുന്നു. അപ്പൊ ഒരു സയന്റിസ്റ്റ് ഒരു മരുന്നുണ്ടാക്കി അവനെ കൊണ്ട് കൊടുക്കുകയാണ്. ഉടനെ അവനത് വാങ്ങി കുടിച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ കൈയും കാലും ഒക്കെ ശരിയായി പഴയതുപോലെ ആവാണ്. എന്നിട്ട് സയന്റിസ്റ്റ് പറഞ്ഞു, ഇത് പെർമനന്റ് സൊല്യൂഷൻ ഒന്നുമല്ല, നിന്റെ ബോഡി എപ്പോഴും റബ്ബർ പോലെ തന്നെ ആയിരിക്കുമെന്ന്. പക്ഷെ ഇതൊന്നും മൈൻഡാക്കാതെ അവൻ ചാടി എണീറ്റിട്ട് അവന് കുടവയറായിരുന്നത് 6 പാക്ക് ആക്കി മാറ്റുകയാണ്.